യൂട്യൂബിൻ്റെ ആക്സസിബിലിറ്റി വളരെ ഈസി ആക്കിയിട്ട് വെക്കുക. എത്രയും പെട്ടെന്ന് യൂട്യൂബിലേക്ക് എത്തുന്ന രൂപത്തിൽ വെക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസേജും ഫേസ്ബുക്കിൻ്റെ യൂസേജും കുറഞ്ഞിട്ട് ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന യൂട്യൂബിലേക്ക് നമ്മൾ പോകും. ഒരു ഉദാഹരണത്തിന് എൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോയാൽ എനിക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കാണാനില്ല, കാരണം അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എനിക്കുള്ളത് ആകെ അവൈലബിൾ ആയിട്ടുള്ള യൂട്യൂബാണ്. യൂട്യൂബ് ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ യൂട്യൂബ് എടുത്തിട്ട് യൂട്യൂബ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ സിംപ്ലി 2 സോഷ്യൽ മീഡിയ നമ്മൾ കട്ട് ചെയ്തു. ഒരൊറ്റ സോഷ്യൽ മീഡിയക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സിംപ്ലി നമ്മുടെ ട്രാഫിക്, നമ്മുടെ ടൈം മുഴുവൻ ഇതിലേക്ക് പോകും ഓട്ടോമാറ്റിക്കായിട്ട്. അത് ലോഗിൻ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീൽഡിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതുകൊണ്ടും ഫേസ്ബുക്ക് ആയാലും ശരി നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വേണം കയറാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഈസി ആയിട്ടുള്ള യൂട്യൂബ് എടുക്കാനുള്ള ടെൻഡൻസിയാണ് പെട്ടെന്ന് ഉണ്ടാവുക. അങ്ങനെ യൂട്യൂബിൽ ഒരു അഡിക്ഷൻ വരും. ആ അഡിക്ഷൻ ഓക്കെ, അതിപ്പോൾ വരട്ടെ, അത് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ യൂട്യൂബ് മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അതാണ് 4ാമത്തെ ടെക്നിക്ക്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഓൺലി 1 സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക. യൂട്യൂബ് മാത്രം ഉപയോഗിക്കുക. അതിൽ അഡിക്റ്റ് ആയിക്കോട്ടെ. ആ അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കാനുള്ള ടെക്നിക്കാണ് 5ാമത്തെ ടെക്നിക്കിൽ നമ്മൾ പറയാൻ പോകുന്നത്. 5ാമത്തെ ടെക്നിക്ക്, ഇപ്പോൾ യൂട്യൂബിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ റിച്ച് ആണ്, ലോങ് ഫോം വീഡിയോസ് ആണ്, പ്രൊഫഷണലാണ്. അതിലും ഡിസ്ട്രാക്ഷൻസും ഷോർട്സും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ കൂടുതലാണ് യൂട്യൂബിൽ. അങ്ങനെ യൂട്യൂബ് നമ്മൾ അഡിക്റ്റ് ആവുകയാണ്. യൂസ്ഫുൾ ഇൻഫർമേഷനിലും അഡിക്റ്റ് ആവാം, ഡിസ്ട്രാക്ഷനിലും അഡിക്റ്റ് ആവാൻ പറ്റും. അങ്ങനെ ഏതെല്ലാം രീതിയിൽ അഡിക്റ്റ് ആവട്ടെ, അഡിക്റ്റ് ആയി. ഇപ്പോൾ യൂട്യൂബ് മാത്രമേ അഡിക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ യൂട്യൂബ് മാത്രം ബ്രേക്ക് ചെയ്താൽ മതി. ഇപ്പോൾ യൂട്യൂബ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ കണ്ടെത്തിയ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് എടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ഷോർട്സ് പോരാന്നുണ്ടെങ്കിൽ അടുത്ത ഷോർട്സിലേക്ക് അതിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഷോർട്സ് കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഞാൻ കണ്ട ഗോൾഡൻ ടിപ്പ്. ഇതിനാണ് ലൈഫ് ചേഞ്ച് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എന്നുള്ളതിൽ പോവാം, നമ്മൾ ഫേസ് കാണിക്കുന്നതിൽ പോവാം. ഇതിൽ യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ എന്ത് സെർച്ച് ചെയ്തോ അതിനെ ബേസ് ചെയ്തിട്ടാണ് യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും, വ്യൂ ആൾ എന്ന് കാണാൻ പറ്റും. വ്യൂ ആൾ അടിക്കുക, സിംപ്ലി 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ആൾ വാച്ച് ഹിസ്റ്ററി അടിക്കുക. അങ്ങനെ വാച്ച് ഹിസ്റ്ററി അടിക്കുമ്പോൾ നമ്മളെ വാച്ച് ഹിസ്റ്ററി എല്ലാം ഡിലീറ്റ് ആയി പോകും. പിന്നെ വാച്ച് ഹിസ്റ്ററി ഇല്ല. അപ്പോൾ യൂട്യൂബിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ഡാറ്റ ഇല്ല. വാച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്താൽ മാത്രം പോരാ, അത് പോസ്റ്റും കൂടി ചെയ്യണം. പോസ് വാച്ച് ഹിസ്റ്ററി. എന്തിനാണ് പോസ് ചെയ്യുന്നത്? അപ്പോൾ ഇനി സെർച്ച് ചെയ്യുന്ന സംഭവം യൂട്യൂബ് ക്യാപ്ചർ ചെയ്യാൻ പാടില്ല, ഓർത്തെക്കാൻ പാടില്ല.